സൺഡേ സലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും ഓരോ താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസം മുൻപ് അദ്ദേഹത്തിൻ്റെ താരിഫ് 25%. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ താരിഫ് 50% ഉയർത്തി. നിങ്ങളെയൊക്കെ പിഴ താരിഫ് ചുമത്തി അങ്ങ് തീർത്ത് കളയുമെന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ചില ദിവസങ്ങളിലെ പ്രസ്താവന വരുന്നത്. ഇന്ത്യയുടെ ഇക്കോണമി തകർന്നു തീരാൻ പോകുന്ന ഇക്കോണമിയാണെന്നും പാകിസ്ഥാനിൽ താൻ ഓയിൽ ഗവേഷണത്തിന് പിന്തുണ കൊടുത്ത് ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഓയിൽ വാങ്ങിപ്പിക്കുമെന്നും മുതലായ വിടുവാകൾ, യാതൊരു ബേസും ഇല്ലാത്ത വിടുവാകൾ പറഞ്ഞ് അദ്ദേഹം സ്വന്തം വില നിരന്തരമായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഷോ നമ്മുടെ പത്രങ്ങൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. ഇന്ത്യക്ക് എന്തോ അങ്ങ് സംഭവിക്കാൻ പോവുകയാണ്. അതായത് 50% താരിഫ് പ്രഖ്യാപിച്ചോടെ ഇന്ത്യയുടെ കാര്യമാകെ പോക്കായിപ്പോയി. മോഡി പറഞ്ഞു നടന്ന് ഇദ്ദേഹം മോഡിയുടെ സുഹൃത്താണെന്നാണ് പറഞ്ഞു നടന്നത്. മോഡിയാകെ നാണം കെട്ടുപോയി എന്നൊക്കെയുള്ള മട്ടിലുള്ള ഒരു നെഗറ്റീവ് ജേർണലിസം നമ്മുടെ നാട്ടിൽ വല്ലാതെ കൊടുമ്പിലേക്ക് കൊള്ളുന്നുണ്ട്. നമ്മുടെ പ്രതിപക്ഷം അത് വല്ലാതെ ഏറ്റെടുക്കുന്നുണ്ട്. ഒരു ആന്റി നാഷണൽ രീതിയാണ്, ആന്റി നാഷണൽ ശബ്ദമാണ് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു കേൾക്കുന്നത്. വാസ്തവത്തിൽ ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു ചെറിയ അനാലിസിസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ജയിച്ചു വന്ന ട്രംപ് അല്ല രണ്ടാമത്തെ പ്രാവശ്യത്തെ ട്രംപ്. അദ്ദേഹം വാസ്തവത്തിൽ ഇലക്ഷന് നിൽക്കാൻ പറ്റുമോ, റിപ്പബ്ലിക്കൻ പാർട്ടി അദ്ദേഹത്തെ കാൻഡിഡേറ്റ് ആക്കുമോ എന്ന ഒരു സംശയത്തിൽ നിന്ന്, കാരണം ഇലക്ഷൻ തോറ്റതായിരുന്നു, രണ്ടാമത് അദ്ദേഹം ഇലക്ഷൻ തോറ്റതാണ്. തോറ്റു കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് ഇത്രയും അങ്ങേയറ്റത്തെത്തിയ പ്രായത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഒരിക്കൽ കൂടി മത്സരിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കാൻ സാധ്യതയില്ല എന്ന ഒരു സ്റ്റേജിൽ നിന്ന് പിടിച്ചു കയറി വന്ന് മത്സരിച്ചു എന്ന് മാത്രമല്ല, വളരെ നല്ല ഭൂരിപക്ഷത്തോടെ, അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റുമാരെ നേടാത്ത തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്ന ട്രംപ് ആദ്യത്തെ പ്രാവശ്യം ജയിച്ച ട്രംപല്ല. ഈ ട്രംപ് വളരെയധികം അഹങ്കാരിയായിട്ടുള്ള ട്രംപിനെയാണ് നമ്മൾ പിന്നീട് ഇപ്പൊ കസേരയെ കാണുന്നത്. അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദങ്ങൾക്ക് അദ്ദേഹം വില കൊടുക്കാത്ത ആളാണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് എലോൺ മസ്കിന് സംഭവിച്ചത്. ഇദ്ദേഹത്തെ ഈ ഇലക്ഷൻ വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം പണം ചിലവാക്കിയതും ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നതും ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ഇലോൺ മസ്കാണ്. ഇലോൺ മസ്കുമായിട്ട് അദ്ദേഹം പ്രസിഡന്റായി 2 മാസം കൊണ്ട് തമ്മിൽ തല്ലിപ്പിരിഞ്ഞു. അപ്പൊ അദ്ദേഹം സൗഹൃദങ്ങൾ കൊടുക്കുന്ന ഒരു വിലയാണത്. അദ്ദേഹം യൂറോപ്പിലുള്ള മുഴുവൻ രാജ്യം, അമേരിക്കയുടെ എല്ലാ കാലത്തെയും ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള അലൈ എന്ന് പറയുന്നത് യൂറോപ്പാണ്. ആ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് അദ്ദേഹം കലഹത്തിൽ ഏർപ്പെട്ടു. ഇപ്പം ഇന്ത്യയുമായിട്ട് അദ്ദേഹം ഈ നിലയിലാണുള്ളത്. എല്ലാവരെയും മര്യാദ പഠിപ്പിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും മര്യാദ പഠിപ്പിക്കാൻ എനിക്കാവും എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയം തോന്നിക്കത്തക്ക വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ വരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ അപ്ലൈ ചെയ്യുന്നതാവാം. ഇന്ത്യയുടെ നേരെ ഇപ്പൊ പ്രയോഗിക്കുന്ന ഒരു ബുള്ളിയിങ് ടെക്നിക്കാണ്. അതായത് ഇന്ത്യയെ വലിച്ചിഴച്ച് അദ്ദേഹം വിചാരിക്കുന്ന സാഹചര്യങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന ഒരു സൈക്കോളജിക്കൽ വാറാണ് എന്ന് ഇതിനെ അനലൈസ് ചെയ്ത് കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഒരു പരിധി വരെ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹം മാത്രമാണ് മിടുക്കെന്നൊന്നും വിചാരിക്കരുത്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായിട്ട് 4 പേരെയാണ് ലോകം എണ്ണുന്നത്. ആ 4 പേരിൽ ഒരാൾ നരേന്ദ്രമോദിയാണ്, വേറൊന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്, വേറൊന്ന് ട്രംപാണ്, വേറൊന്ന് ഇമ്മാനുവൽ മാക്രോൺ ആണ്, ഫ്രഞ്ച് പ്രസിഡന്റ്. ഈ 4 നേതാക്കന്മാരെയാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും മിടുക്കരായിട്ടുള്ള, നെഗോഷിയേഷൻ ടേബിളിൽ ഏറ്റവും ശക്തിയുള്ള നേതാക്കന്മാരായിട്ട് കാണുന്നത്. അപ്പൊ ട്രംപ് ഈ ബുള്ളി ചെയ്യാൻ ശ്രമിക്കുന്നത് പുടിനെ പോലെ അല്ലെങ്കിൽ ഇമ്മാനുവൽ മാക്രോണെ പോലെ ഒരുപക്ഷെ അതിനേക്കാൾ മിടുക്കുള്ള, അതിനേക്കാൾ പാരമ്പര്യമുള്ള, ഇദ്ദേഹം വളരെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതലുള്ള ലെവലുകളിൽ നിന്ന് വളർന്നു വരുന്ന ഒരാളാണ്. അത്തരം ഒരു പൊളിറ്റീഷ്യനെയാണ് ഇദ്ദേഹം ഒരു മൂലയ്ക്കാക്കിയിട്ട് അദ്ദേഹത്തിന് ബുള്ളി ചെയ്യാൻ പറ്റും അദ്ദേഹം ശ്രമിച്ചു. എളുപ്പമുള്ള കാര്യമില്ല. നിശ്ചയമായിട്ടും അദ്ദേഹം വഴങ്ങുന്ന ആളല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ പൊളിറ്റിക്കൽ പാരമ്പര്യത്തിൽ നമുക്ക് മനസ്സിലാകും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ വളരെ പെട്ടെന്ന് ചൈനയുമായിട്ടുള്ള റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതും റഷ്യയുമായിട്ടുള്ള റിലേഷൻസ് കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതും. പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്ന തീയതി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ അത് എങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തി? ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എങ്ങനെയാണ് തുടക്കത്തിൽ വളരെ നല്ലതായിരുന്നു, വളരെ നല്ല സൗഹൃദപൂർണമായ ഒരു ബന്ധമാണ് ഇന്ത്യയും. ഇതൊന്നും വ്യക്തിപരമായ ബന്ധങ്ങളല്ല. ട്രംപും മോഡിയും തമ്മിൽ ബന്ധമുണ്ടാകുന്ന പറഞ്ഞാൽ അവരാരും നഴ്സറി സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരൊന്നുമല്ല. ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധമാണ്. ആ കസേരയിൽ ഇരുന്നുകൊണ്ടുള്ള സൗഹൃദം മാത്രമാണ് അവർ തമ്മിലുള്ളത്. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള യാതൊരു സൗഹൃദവും ഈ 2 പേരും തമ്മിലില്ല. അപ്പൊ അവരുടെ സൗഹൃദത്തിന്റെ പുറകിൽ അവരെ എത്തിക്കുന്നത് അവരിയ്ക്കുന്ന കസേരയാണ്.
അവരിരിക്കുന്ന കസേരയ്ക്ക് അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. ട്രംപിന്റെ കസേരയ്ക്ക് ട്രംപിന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങളുണ്ട്. മോഡി ഇരിക്കുന്ന കസേരയ്ക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾ നിൽക്കുന്നുണ്ട്. കൂടാതെ അമേരിക്കൻ ഇലക്ടറേറ്റിനെ, അദ്ദേഹത്തെ ട്രംപിനെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച അമേരിക്കൻ ഇലക്ടറേറ്റിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ട്രംപിന്റെ ആവശ്യമാണ്. തന്നെ പിടിച്ചു നിർത്തുന്ന ഇലക്ടറേറ്റിനെ, തന്നെ വോട്ട് അധികാരത്തിലെത്തിയ ഇലക്ടറേറ്റിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള മോഡിയുടെ ആവശ്യമാണ്. അപ്പൊ ഈ രണ്ട് താല്പര്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യമോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള യുദ്ധമോ അല്ല. രണ്ട് രാജ്യം, രണ്ട് ജനത, അവർ തമ്മിലുള്ള ഒരു നെഗോസിയേഷനാണ്. ഇതിനെ ഒരു യുദ്ധമെന്നോ അല്ലെങ്കിൽ ഒന്നും പറയാൻ സാധിക്കില്ല. അവർ തമ്മിലുള്ള ഒരു ട്രേഡ് നെഗോസിയേഷനാണ് നമ്മളിവിടെ കാണുന്നത്. തുടക്കത്തിൽ ഇദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് അമേരിക്ക എല്ലാവരോടും താരിഫ് ഏർപ്പെടുത്തും, ഇല്ലെങ്കിൽ അമേരിക്കൻ പ്രോഡക്ട്സ് എല്ലാവരും ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു തുടക്കത്തോടെയാണ് പ്രസിഡന്റായ ആദ്യം തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിൽ ഒരെണ്ണം അതാണ്. 6 റൗണ്ട് ടോക്ക് ഇന്ത്യയുമായിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 4 റൗണ്ട് ടോക്കിലും ഇന്ത്യയുടെ താരിഫ് ഏകദേശം 15% എന്നുള്ളൊരു ധാരണയായിരുന്നു. ഒരു ന്യായമായ താരിഫാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലുള്ള, അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു താരിഫാണ് ഇന്ത്യക്ക് നിശ്ചയിച്ചത്. 15% എന്നുള്ളതായിരുന്നു. ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് 15% ടാക്സും കൂടി ചേർത്തുള്ള ഒരു വിലയാണ് അമേരിക്കയിൽ അവർ നൽകേണ്ടി വരിക. ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഏറ്റവും മേജർ ഷെയർ. പിന്നെ ടെക്സ്റ്റൈൽസ് ആണ്. നമ്മുടെ കിറ്റക്സ് സാബുവിന്റെ ഒക്കെ പ്രോഡക്ട്സ് പ്രധാനമായിട്ടും വിറ്റഴിക്കപ്പെടുന്നത് അമേരിക്കയിലാണ്. അപ്പം ഈ ടെക്സ്റ്റൈൽ എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സെക്ടറാണ്. അപ്പൊ ഇങ്ങനത്തെ അപൂർവം ചില സെക്ടറുകളിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ട് എക്സ്പോർട്ട് അവിടേക്ക് പോകുന്നത്. ഇവിടെ നമ്മുടെ ആപ്പിൾ ഫോൺ അടക്കമുള്ള സാധനങ്ങളൊക്കെ അമേരിക്കയുടെ പ്രോഡക്ട്സ് ഇവിടെയും വിൽക്കുന്നുണ്ട്. ഈ നെഗോസിയേഷൻ തെറ്റി തുടങ്ങിയത് ഇന്ത്യ പാകിസ്ഥാൻ വാറിനെ തുടർന്നാണ്. ഇന്ത്യ പാകിസ്ഥാൻ വാർ വരികയും ട്രംപ് മുൻകൂട്ടി ഈ പ്രശ്നം തീർത്തത് താനാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് ഇന്ത്യ തന്നെ പറയുമായിരുന്നു. കാരണം ഇന്ത്യയിൽ there is a written rule that no third party can enter into the relation between Pakistan and India. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിദേശ രാജ്യത്തിന് ഇടപെടാനാവില്ല എന്നുള്ളത് ഇന്ത്യയിലെ റിട്ടൺ റൂളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷനോ അത് വയലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇദ്ദേഹം ചാടി കയറിയിട്ട് ഞാനായി പ്രശ്നം തീർത്തതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആ തീർത്തതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവിടെ പ്രതിപക്ഷം കരയാൻ തുടങ്ങും. ഇതാ 3ാം പാർട്ടി ഇതിൽ ഇടപെട്ടിരിക്കുന്നു, ഇത് ഇടപെടാൻ പാടില്ലാത്തതാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം നിലവിളിക്കും. അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് അമേരിക്ക മാത്രമല്ല, സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പല വിദേശ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അത്രയും പവർഫുൾ ആയിട്ട് രാജ്യമാണ്. അപ്പൊ സ്വാഭാവികമായും അവരുടെ ശബ്ദത്തിന് വലിയ വിലയുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ തങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ വീണ സമയത്ത് അമേരിക്കയിൽ നിന്ന് അവിടുത്തെ വൈസ് പ്രസിഡന്റ് വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനെ വിളിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നു ഓക്കെ, അവരോട് ഞങ്ങൾ നേരിട്ട് വിളിക്കാൻ പറയും. അങ്ങനെ പാകിസ്ഥാൻ നമ്മൾ നേരിട്ട് വിളിക്കുന്നു, ഈ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് നിർത്തൽ വരുന്നു. ഇതിങ്ങനെയാണ് തീർന്നത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അമേരിക്ക ഇതിനകത്ത് ഇടപെട്ട് ഞാനാണ് ഈ പ്രശ്നം തീർത്തത് എന്ന് പറയുന്ന ഒരുതരം എന്താ പറയുക വീരവാദം മുഴക്കി ട്രംപ് ചാടി വീണതാണ് വാസ്തവത്തിൽ ട്രംപിന് തന്നെ വിനയായി തീർന്ന പ്രശ്നം. അദ്ദേഹത്തിന്റെ ഈ വിജയത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നോബൽ പ്രൈസ് ആണ് എന്ന് വേണം വിചാരിക്കാൻ. അപ്പൊ ആ സമാധാനത്തിന്റെ നോബൽ പ്രൈസിലേക്ക് അദ്ദേഹത്തിനെ ഏറ്റവും അധികം സഹായിക്കുമായിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു 2 ന്യൂക്ലിയർ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ ഒരു യുദ്ധം അദ്ദേഹം ഇടപെട്ട് നിർത്തി എന്നുള്ളൊരു പോയിന്റ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു അത് ഈസി ആയിട്ടൊക്കെ സാധിക്കാന്ന് വിചാരിച്ചു. അതങ്ങനെ സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഇന്ത്യയുടെ ഭാഗത്തുള്ള ഒന്നാമത് ഇദ്ദേഹത്തിന് യാതൊരു ചരിത്രബോധവും ഇല്ല. അതൊരു വലിയ വിഷയമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ട് 10-200 വർഷമായെന്നൊക്കെയാണ് ഇദ്ദേഹം പലപ്പോഴും പ്രസ്താവിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും ഫോം ചെയ്തിട്ട് 75 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് എവിടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം? അപ്പൊ അങ്ങനെയുള്ള ചരിത്രബോധമില്ലാത്ത ഒരാള്, മറ്റു രാജ്യങ്ങളുടെ നിയമത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരാള് അദ്ദേഹം പറഞ്ഞ ഒരു വിടുവായാണത്. അപ്പൊ ആദ്യം പറഞ്ഞു കഴിഞ്ഞെങ്കിലും അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ പതുക്കെ അത് ഇവോൾവ് ചെയ്ത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇതിനകത്തുള്ള പാർട്ടിസിപ്പേഷൻ എന്താണ് എന്നുള്ളത് പതുക്കെ പുറത്തു വരുമായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പറയുമായിരുന്നു. അപ്പൊ അത് പറയാതിരുന്നതാണ് ഇദ്ദേഹത്തിന് ഇന്ത്യയോടുണ്ടായ പ്രധാനപ്പെട്ട ദേഷ്യങ്ങളിൽ ഒന്ന് എന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. അതിനേക്കാളും പ്രധാനമായി ഇവിടെ വന്നത് പിന്നീട് ഈ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, പ്രധാനമായും ഫുഡ് മെറ്റീരിയൽസ്, ഉള്ളി, അരി, ഇങ്ങനത്തെ സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അപ്പം അത്തരം മെറ്റീരിയൽസ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് താരിഫ് ഏർപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഫോർ എക്സാമ്പിൾ അമേരിക്കൻ വലിയ ഉള്ളി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ താരിഫ് ഏർപ്പെടുത്താൻ പാടില്ല, ഫ്രീ ആയിട്ട് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അമേരിക്കൻ ഉള്ളി ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്താൽ നമ്മൾ ഉള്ളി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്.
പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഉള്ളി പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് മുഴുവൻ ഉള്ളി പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അരി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പം അരി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തേക്ക് അമേരിക്കയുടെ അരി കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ കർഷകരുടെ അവസ്ഥ എന്താവും? ഇവിടുത്തെ സാധനങ്ങളുടെ വില എന്താവും? നിശ്ചയമായും ഒരു ഗവൺമെന്റിന് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഫ്രീ താരിഫോടെ അമേരിക്കയുടെ ഫുഡ് മെറ്റീരിയൽസ്, ഡയറി മെറ്റീരിയൽസ്, പാലുൽപ്പന്നങ്ങളും ഫുഡ് മെറ്റീരിയൽസും, ഇതുപോലെ അരിയും ഉള്ളിയും ഇതുപോലത്തെ സാധനങ്ങൾ അവിടുന്ന് താരിഫ് ഇല്ലാതെ ഇങ്ങോട്ട് ഇറക്കണം എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. കാരണം അമേരിക്കയിലെ കർഷകരെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാരണം ലോകത്തിൽ ഒരു അഡ്മിനിസ്ട്രേഷനും ഒരു ഗവൺമെന്റും അമേരിക്കൻ ഗവൺമെന്റുകൾ കർഷകരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ പ്രൊട്ടക്ട് ചെയ്യല. അത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല, പണ്ട് മുതലേ അങ്ങനെയാണ്. അവർക്ക് സർപ്ലസ് ഫുഡ് ഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഗോതമ്പ് ഉൽപാദനം ആവശ്യം അധികം വന്നാൽ, അരി ഉൽപാദനം ആവശ്യം കൂടുതൽ വന്നാൽ അവർക്കത് വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കർഷകരുടെ കയ്യിൽ നിന്ന് മാർക്കറ്റ് വിലയ്ക്ക് അത് വാങ്ങുകയും വാങ്ങിക്കൊണ്ട് കടലിൽ താഴ്ത്തി കളയുകയും ചെയ്യുന്ന രീതി അമേരിക്ക ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഇന്ത്യയിലൊക്കെ വലിയ പട്ടിണി വന്ന സമയത്ത് അമേരിക്ക ഈ കടലിൽ താഴ്ന്ന ധാന്യങ്ങൾ കെയർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അവിടുന്ന് സംഘടിപ്പിച്ച് ഇന്ത്യയിലൊക്കെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് വിതരണം ചെയ്തിട്ടുണ്ട്. കേരളത്തിലും അത് വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സ്കൂളുകളിലും പള്ളികളിലും ഒക്കെ വെച്ച് അമേരിക്കൻ ഗോതമ്പ് ഫ്രീ ആയിട്ട് ആളുകൾക്ക് കൊടുത്തിരുന്നു. ഇത് വാസ്തവത്തിൽ അമേരിക്കൻ ഗവൺമെന്റുകൾ അവിടുത്തെ കർഷകരുടെ കയ്യിൽ നിന്ന് മാർക്കറ്റ് വില കൊടുത്ത് വാങ്ങിയ സാധനം ആ കർഷകരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വില സാധനം ഇവിടെ കൊണ്ട് അവര് പട്ടിണി മാറ്റാൻ വേണ്ടി തന്നതാണ്. പിന്നീട് ഇന്ത്യയെ പോലത്തെ എല്ലാ രാജ്യങ്ങളും പട്ടിണി മാറ്റത്തക്ക രീതിയിലുള്ള കാർഷിക ഗവേഷണ രംഗത്തേക്ക് കടക്കുകയും നമ്മുടെ നാട്ടിലൊക്കെ ദാറ്റ് ഈസ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുകയും അതുപോലെ പാലിന്റെ കാര്യത്തിലും വലിയ റവല്യൂഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് ഇവിടെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ സെൽഫ് സഫിഷ്യന്റ് ആയി. ഇനി വേറൊരു സ്ഥലത്ത് നമുക്കിത് വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ സാധനം ഇങ്ങോട്ട് താരിഫ് ഇല്ലാതെ ഇറക്കുമതി ചെയ്യണം എന്നുള്ളതാണ് ട്രംപിന്റെ രണ്ടാമത്തെ. ഈ രണ്ട് വിഷയങ്ങളാണ് വാസ്തവത്തിൽ ഈ ട്രംപുമായിട്ട് ശരിക്കും ഉടക്കാനുണ്ടായ കാരണം. അപ്പൊ ഈ ഒരു കാര്യത്തിലാണ് ഇദ്ദേഹം ഈ 50% താരിഫുമായിട്ട് ഇപ്പൊ പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന താരിഫ് ഒന്നും ആവാൻ സാധ്യതയില്ല എന്ന് നമ്മുടെ കിറ്റക് സാബു അടക്കമുള്ള ആളുകൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ്. ഇത് അമേരിക്ക ഇമ്പോസ് ചെയ്യാൻ കഴിയില്ല. കാരണം ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് പോലെ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ടെക്സ്റ്റൈൽ മെറ്റീരിയൽസിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാതെ ഇന്ന് ലോകത്തിൽ ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. കാരണം ലോകത്തിൽ ഏറ്റവും വില കുറച്ച് മരുന്നുകൾ കിട്ടുന്ന രാജ്യം, മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പം അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി നിരോധിക്കുകയാണെങ്കിൽ മരുന്നുകൾക്ക് വല്ലാതെ വില കൂടും. അങ്ങനെ വല്ലാതെ കൂടുമ്പോൾ അവിടുത്തെ മാർക്കറ്റ്, അവിടുത്തെ ആളുകൾ തന്നെ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഇതൊന്നും വേണ്ടെന്ന് പറയാൻ അമേരിക്ക കൊണ്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു താരിഫ് കൂടുതൽ ഏർപ്പെടുത്തിയാൽ മരുന്നുകളുടെ വില അതുപോലെ അധികമായി പോകും. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഇതൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ ട്രംപിന്റെ ബുള്ളിയിങ് ടെക്നിക്ക്, സാധാരണ ബിസിനസ് ഡീലിൽ ഏർപ്പെട്ട് പരിചയമുള്ള അദ്ദേഹം ആ ബിസിനസ് ഡീല് രാജ്യങ്ങൾ തമ്മിലുള്ള ഡീലിലേക്ക് വലിച്ചു നീട്ടിക്കൊണ്ടുവന്ന് പ്രയോഗിക്കുന്നതാണ് എന്ന് വേണം വിചാരിക്കാൻ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങുന്നു. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നമ്മൾ മാത്രമല്ല, ചൈന ഓയിൽ വാങ്ങുന്നുണ്ട്. ചൈനയുടെ നേരെ അദ്ദേഹം കണ്ണുരുട്ടുന്നില്ല. നിയന്ത്രിതമായ തോതിലാണെങ്കിലും പല യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്. അവരോട് അദ്ദേഹം സംസാരിക്കുന്നില്ല. റഷ്യയിൽ നിന്ന് ധാരാളമായി ഫെർട്ടിലൈസർ, വളങ്ങള് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നില്ല. കാരണം റഷ്യൻ ഫെർട്ടിലൈസർ ഭയങ്കര ചീപ്പാണ്. അത് അമേരിക്ക വല്ലാതെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാർമേഴ്സ് ഉപയോഗിക്കുന്ന റഷ്യൻ ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പോൾ റഷ്യയിൽ എന്ത് സാധനം വാങ്ങിയാലും അതിന്റെ ഒരു പങ്ക് റഷ്യൻ ഗവൺമെന്റിന് കിട്ടും. അത് ഉക്രൈൻ വാറിന് ഉപയോഗിക്കും. നേരെ മറിച്ച് ഉക്രൈൻ വാർ തീർക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം സൗഹൃദമുള്ള ഉക്രൈനിലെ റഷ്യൻ പ്രസിഡന്റിനോട് ഏറ്റവും അധികം സൗഹൃദമുള്ള ഒരാള് നരേന്ദ്രമോദിയാണ്. എഗെയിൻ അത് പേഴ്സണൽ LKG പഠിച്ച ബന്ധമൊന്നുമല്ല. ഇന്ത്യ റഷ്യയുമായിട്ട് അത്രയും വലിയ പാർട്ണർഷിപ്പിലാണ്. അവരുടെ ഓയിൽ വാങ്ങുന്നതിനുള്ള പാർട്ണർഷിപ്പ് ഉണ്ട്, അവരിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പർച്ചേസുകൾ മുഴുവൻ റഷ്യയിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായും ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഈ ഉക്രൈൻ പ്രശ്നത്തിൽ ഒരു മീഡിയേറ്ററായി അമേരിക്ക നരേന്ദ്രമോദി ഇൻവോൾവ് ചെയ്യിക്കാവുന്നതാണ്. അപ്പൊ അമേരിക്കൻ സൈഡിൽ നിന്ന് ട്രംപിനോടൊപ്പം നിന്ന് മോഡി കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഉക്രൈൻ വാർ നിശ്ചയമായിട്ടും വളരെ വേഗം തീർക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു ഷെയർ ഇന്ത്യക്ക് കൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. അതിന്റെ ഉക്രൈൻ വാർ അവസാനിപ്പിച്ചതിന്റെ മൊത്തം ക്രെഡിറ്റും അദ്ദേഹത്തിന് കിട്ടണം. അങ്ങനെ അത് നോബൽ പ്രൈസ് ആക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അത് നേരായ വഴിയല്ല, അല്ലെങ്കിൽ ശരിയായ വഴിയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ചൈനയുമായിട്ട് ഇദ്ദേഹം ചൈനയോട് കൂടുതൽ അടുപ്പം കാണിച്ചുകൊണ്ട് ഇന്ത്യ എതിർക്കാൻ ശ്രമിച്ചാൽ
ചൈന ഏഷ്യയിലെ സൂപ്പർ പവർ ആവാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും എതിരാണ്, അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ എതിരാണ്. ഇൻ ദ ലോങ് റൺ ഈ അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രുവായി വരാൻ പോകുന്നത് ചൈനയാണെന്നുള്ളത് അമേരിക്കയിലെ ഏറ്റവും മിനിമം സാമ്പത്തിക ശാസ്ത്രം അറിയുന്നവർക്ക് പോലും അറിയുന്ന കാര്യമാണ്. അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഇന്ത്യയുമായി ഇത്തരത്തിൽ ഒരു ടസൽ ഉണ്ടാക്കുന്നു, ഒരു വടംവലി ഉണ്ടാക്കുന്നു. ഒരു തരത്തിലും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ചേരുകയില്ല എന്ന് അമേരിക്കയിലെ ബോധമുള്ള എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചു വന്ന ട്രംപ് പഴയ ട്രംപ് അല്ല. അദ്ദേഹത്തിന്റെ പാർട്ടികൾ റിപ്പബ്ലിക്കൻസിലെ പോലും പാർലമെന്റ് അംഗങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറല്ല, ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. നേരത്തെ ഇതൊക്കെ ലോങ് ഡിബേറ്റ് പ്രതിപക്ഷം അടക്കം ഡെമോക്രാറ്റുകൾ അടക്കമുള്ള ആളുകളുമായി ചർച്ച ചെയ്തിട്ടാണ് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ് നിശ്ചയിച്ചിരുന്നത്. ഇപ്പൊ ഇദ്ദേഹം നേരിട്ട് ആണ് ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും നെഗോഷിയേറ്റ് ചെയ്യുന്നതും. സോ അതിന്റെ ഒരു വലിയ പോരായ്മ ഇദ്ദേഹത്തിന് ഇത്തരം നയങ്ങളിൽ വരുന്നുണ്ട് എന്ന് അമേരിക്കൻ കോൺഗ്രസിലെ ആളുകൾ തന്നെ ഈ ദിവസങ്ങളിലെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയുന്നുണ്ട്. പക്ഷെ റിപ്പബ്ലിക്കൻസ് പറയുന്നില്ല. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഒരേ ഒരു ശബ്ദമേ ഉള്ളൂ, അത് ട്രംപിന്റെ ശബ്ദമാണ്. വേറെ ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിലൊന്ന്. ഇനി ഈ ചൈനയുമായിട്ടുള്ള ബന്ധം നിശ്ചയമായും അമേരിക്കയ്ക്ക് ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടണമെങ്കിൽ അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നന്നാക്കിയേ പറ്റൂ. അതുകൊണ്ട് ഇന്ത്യ അവർക്ക് ഒഴിവാക്കണം. 3, പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം. പാകിസ്ഥാൻ പോലെ ഒരു പൊളിഞ്ഞ ഇക്കോണമിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൽ അമേരിക്ക എന്ത് മെച്ചമാണ് കിട്ടാനുള്ളത്? പൊളിഞ്ഞു കിടക്കുന്ന ഒരു എക്കോണമിയാണ്. മാത്രമല്ല അവരുടെ തനി സ്വഭാവം കഴിഞ്ഞ ദിവസം അവർ കാണിച്ചു. അവർ പറഞ്ഞു ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിക്കോട്ടെ, ന്യൂക്ലിയർ പവർ അവർ ഉപയോഗിച്ചോട്ടെ, അവരെ സമാധാനത്തിനുള്ള ന്യൂക്ലിയർ പർപ്പസ് ഉപയോഗിക്കുന്നത് ആർക്കും തടയാനാവില്ല എന്നാണ് ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത്. അമേരിക്കയിൽ അതിന് എതിരായിട്ട് വലിയ ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ട്രംപ് ഒഴികെ ബാക്കി അമേരിക്കയിലെ ബോത്ത് സൈഡ്സ്, ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും പാകിസ്ഥാനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്, വിരൽ ചൂണ്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഈ ഒരു അവസരത്തിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിലപാട് ന്യൂക്ലിയർ പവർ ഇറാന് വേണ്ട എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് ഇറാനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവര് ഈ മുസ്ലിം ഫെനാറ്റിക് ആയിട്ട് ചിന്തിക്കുന്ന രാജ്യങ്ങളെല്ലാം ഏകദേശം ഒരേ കെട്ടിലാണ് വരുന്നതെന്നും അപ്പോൾ ഏകദേശം അമേരിക്കയോട് സമാനമായി ചിന്തിക്കുന്ന ഒരു രാജ്യം എന്നുള്ളത് ഇന്ത്യയാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ബെറ്റർ ഫ്രണ്ട് ആണെന്നും എപ്പോഴും സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നു. ട്രംപിനും ഇതറിയാത്ത കാര്യമില്ല. ട്രംപ് എല്ലാം അറിയുന്ന ഷൂഡ് പൊളിറ്റീഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്ലേ, ഈ ബുള്ളിയിങ് പ്ലേ എന്ന് പറയുന്നത് കുറച്ച് പിടിവിട്ടു പോകുന്നു എന്നുള്ളതാണ് വാസ്തവ സത്യം. യൂറോപ്പിനും ഒക്കെ ഇതേ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ടൈസും കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ഈവൻ ഇസ്രായേൽ പോലും ഈ ഒരു കാര്യത്തിൽ മാനസികമായി ഇന്ത്യയോട് ചേർന്നാണ് എന്നുള്ളത് അവിടുത്തെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാവുന്നു. ഇപ്പൊ ട്രംപ് ഒറ്റയ്ക്ക് ഇന്ത്യയുടെ മേലെ 50% താരിഫ് ഏർപ്പെടുത്താനുള്ള ശ്രമം ഇന്ത്യ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. കാരണം ഇന്ന് ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷൻ അല്ല, ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷനാണ്. 150 കോടി മനുഷ്യർ ജീവിക്കുന്ന രാജ്യമാണ്. 150 കോടി മനുഷ്യർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഒരു കാരണവശാൽ അമേരിക്ക വേണ്ടെന്ന് വെക്കാനാവില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് അമേരിക്കയെ കൊണ്ടുള്ള ആവശ്യത്തേക്കാൾ എത്രയോ മടങ്ങാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൊണ്ടുള്ള ആവശ്യം. നമ്മളുടെ നാട്ടില് ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവര്, നമ്മളുടെ പോളിസിക്കെതിരെ സംസാരിക്കുന്നവര്, ട്രംപാണ് വലിയ പുള്ളി, ട്രംപ് ഇപ്പം നമ്മളെ അങ്ങോട്ട് കണ്ണുരുട്ടിയാൽ നമ്മളങ്ങ് ചീഞ്ഞു പോകുമെന്ന് പറഞ്ഞ് എഴുതുന്ന പത്രങ്ങള്, അങ്ങനെ സംസാരിക്കുന്ന പ്രതിപക്ഷമൊക്കെ യാഥാർത്ഥ്യം അറിയാത്ത, ഇന്ത്യയുടെ വലിപ്പം അറിയാത്ത ആളുകളാണ് എന്ന് വേണം വിചാരിക്കാൻ. നമ്മളിപ്പോഴും സായിപ്പിന്റെ അടിമയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ ട്രംപ് കണ്ണുരുട്ടി എന്നുള്ളത് വലിയ വാർത്തയാക്കുന്നത്.